ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഞാൻ തിക്കും തിരക്കിൻ്റെയും ഇടയിൽ കൂടെ വന്നിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആശ്രയം അല്ലെങ്കിൽ ആശ്വാസം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എത്ര തിക്കും തിരക്കും ഉണ്ടെങ്കിലും എനിക്കൊരു ഇത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ദൈവത്തിലെ അല്ലെങ്കിൽ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എത്രയ്ക്കോ ചിലപ്പോൾ നമുക്ക് തോന്നും, നമ്മളതിനെ ഓരോ പരീക്ഷണങ്ങളും കടത്തി വിടുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ വിളിച്ചിട്ടും വിളി കേൾക്കാത്ത ദൈവമേ എന്താണ് ഇങ്ങനെ എന്നുള്ളത് ചിന്തിക്കും അല്ലേ. പക്ഷേ ചിലപ്പോൾ പരീക്ഷണങ്ങളെ നമുക്ക് കടന്നു പോകാനായിട്ട് നമുക്കുള്ള ധൈര്യം അല്ലെങ്കിൽ നമുക്കത് കടന്നു പോകാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാവുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ ഒരു കാരുണ്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു ദുരന്തം അല്ലെങ്കിൽ ദുരിതം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു തടസ്സം നമ്മൾ നീക്കി മുന്നോട്ട് പോയാൽ തന്നെയാണ് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ആ തടസ്സം അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ കണ്ട് പേടിച്ച് നമ്മൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നാലെ വരുന്നല്ലാതെ നമുക്കത് കടന്നു പോകാനായിട്ട് കഴിയില്ല. അപ്പം നമ്മൾ ആ തടസ്സങ്ങളെയും അല്ലെങ്കിൽ നമ്മളെ പ്രതിബന്ധങ്ങളെയൊക്കെ നമ്മൾ കടന്നു പോയാൽ തന്നെ മാത്രമാണ് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറി പോകാനായിട്ട് കഴിയുള്ളൂ അല്ലേ. അപ്പം ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കാതിരിക്കില്ല. എത്ര ധൈര്യമുള്ളവനാണെങ്കിലും അല്ലെങ്കിൽ എത്ര ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തിലും ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ഒരു പകച്ചു നിൽക്കാൻ തന്നെ നമുക്ക് കഴിയുള്ളൂ. ചില സമയം നമ്മൾ ഒറ്റപ്പെട്ടു പോയ പോലെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയാത്ത പോലെ അല്ലെങ്കിൽ നമുക്ക് ഇനി എന്ത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് പോലെ തന്നെ നമുക്കുണ്ടാവും അല്ലേ. അത് ഓരോരുത്തർക്കും സംഭവിക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജീവിതത്തിലേക്ക് മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥകളും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ, അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമുക്കുണ്ടാകുന്ന അവസ്ഥ. അതിലൊക്കെ നമുക്ക് പകച്ചു നിൽക്കാൻ തന്നെയാണ് പറ്റുള്ളൂ. പക്ഷേ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു ശക്തി എന്തോ ഉണ്ട്, അതുകൊണ്ടാണല്ലോ നാം ഒക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പക്ഷേ ആ സമയങ്ങളിൽ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ എത്രയൊക്കെ ധൈര്യം നമ്മൾ ആർജിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ധൈര്യം നമുക്ക് ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചാലും മനസ്സ് കൈവിട്ട് പോകുന്ന സമയങ്ങളുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പകച്ചു നിൽക്കേണ്ടതായ സന്ദർഭങ്ങളുണ്ട്. അപ്പോഴാണ് മറ്റുള്ളവർ കളിയാക്കുന്നത് പോലെ കല്ല് കണ്ടോടത്ത് പണം കൊണ്ടുപോയിടും, കല്ല് കണ്ടോടത്ത് പൂവ് കൊണ്ടുപോയിടും എന്ന് പറയുന്ന രീതിയിൽ വരുന്നത്. പക്ഷേ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് ആ ഒരു സമയങ്ങളിലെ മാനസികമായ അവസ്ഥയും അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഈ പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തിക്കുന്നതിൻ്റെയും വിഷമങ്ങളും അതുപോലെ ആ അവസ്ഥ എങ്ങനെ തരണം ചെയ്യും എന്നുള്ള നമ്മുടെ ചിന്തയും അത് അനുഭവിക്കുന്നവർക്കും ആ അനുഭവങ്ങളിലൂടെ കടന്നു പോയവർക്കും മാത്രമേ അറിയുള്ളൂ അല്ലേ. അല്ലാത്തവർക്ക് ഇതൊന്നും അല്ല. ചിലപ്പോൾ പുച്ഛമായിരിക്കാം. എന്തൊക്കെയായാലും നമ്മൾ ദൈവത്തിനോട് ഈ ശക്തി തരാൻ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ദുരിതങ്ങളും ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ രോഗഭീഷണികളാണെന്നുണ്ടെങ്കിലും അതെല്ലാം നിവർത്തിച്ച് തരാനായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സ് കൈവിട്ട് പോകുന്ന സമയങ്ങളുണ്ട്. കാരണം നമുക്ക് അപ്പോൾ ദൈവത്തെ വിളിക്കാൻ തോന്നാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ അമ്പലങ്ങളിൽ അമ്പലങ്ങളിൽ ചെന്നാൽ പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ആ ദുരിതങ്ങളും അല്ലെങ്കിൽ ആ വിഷമങ്ങളുടെയും അവസ്ഥയാണത് കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കൈകെട്ടും കാലുകെട്ടും ഉള്ളത് പോലെ തന്നെ നമുക്ക് എവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ, ഒരു അമ്പലത്തിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ, ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ഇതെല്ലാം മാനസികമായിട്ട് അനുഭവിക്കുന്നവരുടെ ആ ഒരു വിഷമമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് കേട്ടോ.
പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വെച്ചിട്ട് ശാപം പിടിച്ച പോലെ എന്ന് പറയില്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാം നമ്മുടെ കർമ്മഫലമാണ് നമുക്ക് അനുഭവിക്കാനുള്ളത് പറയും. അപ്പം നമുക്കറിയില്ല, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഈ ഓർമ്മകളും നമ്മുടെ ഈ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും മാത്രം നമുക്കറിയുള്ളൂ. പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് എന്തായിരുന്നു എന്നുള്ളത് അറിയില്ല. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ദമ്പതികൾ അല്ലെങ്കിൽ ഇണകൾ തമ്മിൽ ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സ്നേഹമുള്ള ഭാര്യയെ കിട്ടും, അല്ലെങ്കിൽ നല്ല സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടും. അപ്പോൾ തിരിച്ചും അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ അവർ ചിലപ്പോൾ ഭാര്യയും ഭർത്താവായിരുന്നിരിക്കാം. ഭർത്താവ് ഭാര്യനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഒരുപാട് ഉപദ്രവിക്കുക. ദേഹോപദ്രവം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മാനസികമായിട്ട് തന്നെ ഉണ്ടായാലും മതി. അപ്പോൾ സ്വൈരം കൊടുക്കാത്തൊരവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ ജീവിച്ചവർക്ക് ഈ ജന്മത്തിൽ അങ്ങനെ തിരിച്ചാണ് കിട്ടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുക. അപ്പം നമുക്ക് അനുഭവിക്കാതെ നമ്മൾ അനുഭവിച്ചത് തന്നെ പറ്റുള്ളൂ. ആ അനുഭവങ്ങളിൽ നമുക്ക് മാറിപ്പോവാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ശരിക്കും ഈ മുൻജന്മത്തിലും മുൻജന്മ സുഹൃതത്തിലും കർമ്മയിലും ഒക്കെ വിശ്വസിച്ച് പോവുകയാണ്. കാരണം അല്ലാതെ ഇപ്പം നമുക്കറിയില്ല, നമ്മൾ ഈ ജന്മത്തിൽ ജീവിക്കുമ്പോൾ അറിയാതെ പോലും നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ചിലപ്പോൾ നമുക്ക് ദുരന്തങ്ങളും വരുമ്പോൾ അതിലൊക്കെ നമ്മൾ വിശ്വസിച്ചേ തീരുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വിശ്വസിക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ദയ, അനുകമ്പ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സഹിഷ്ണുത ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഇന്ന് സ്വയം ഒരു സ്വാർത്ഥത മാത്രമാണ് നമ്മൾ നിലനിന്ന് കാണുന്നത്. എന്നാൽ ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരോടും ആ ഒരു അനുകമ്പയും അല്ലെങ്കിൽ സ്നേഹം, ബഹുമാനം ഇതൊക്കെ കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതൊരു മാനസിക വിഷമം തന്നെയാണ്. അപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അനുഭവങ്ങളിലൂടെ നമുക്ക് പോയേ തന്നെ പറ്റുള്ളൂ. ആ അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. ആ ദുരന്തങ്ങളും അല്ലെങ്കിൽ ആ പ്രതിസന്ധികളും നമ്മൾ മറികടന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ശക്തി നമുക്ക് ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്ര മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ നമ്മളെന്തായാലും ജനിച്ചു പോയി, ജീവിച്ചേ പറ്റുള്ളൂ അല്ലേ. ആ ജീവിതം നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് മാനസികമായിട്ടുണ്ടായിരിക്കാം. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചെറിയൊരു സന്തോഷം കിട്ടി അത് വലുതായിട്ട് കാണാനും അല്ലെങ്കിൽ അതിനോട് കൂടിയിട്ട് നമ്മൾ ആസ്വദിച്ച് ജീവിക്കാനും ശ്രമിക്കുക. അതുപോലെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന് പറയും, അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവായി കാണാനുള്ള കഴിവ് നമുക്ക് തന്നെയാണെന്ന് പറയും. പക്ഷേ അതൊക്കെ പറയാനേ പറ്റുള്ളൂ. നമ്മൾ അതിനൊക്കെ എത്ര ശ്രമിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് പിടിവിട്ടി പോവുക തന്നെ ചെയ്യും അല്ലേ. അപ്പോൾ അത് ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ അറിയുള്ളൂ. അല്ലാതെ നമുക്ക് പറയുന്നത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ വിഷമം നമ്മൾ പറഞ്ഞ് അങ്ങനെയാണെന്ന് പറയാനോ നമുക്കറിയില്ല. അനുഭവിക്കുന്നവർക്കാണ് ആ അനുഭവങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അവസ്ഥകൾ പരസ്പരം പറയുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോഴോ ആണ് നമ്മളിതൊക്കെ ഓരോരുത്തരുടെയും അറിയാനായിട്ട് പറ്റുന്നത്. എങ്കിലും എനിക്ക് തോന്നി ഇതൊന്നും എൻ്റെ കൂട്ടുകാരോടൊന്ന് പങ്കുവെക്കണം തോന്നി, ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.